നമസ്കാരം. ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ട ഗ്രേവി കറി റെസിപ്പിയാണ്. ഇത് ചോറിൻ്റെ കൂട്ടത്തിലോ ചപ്പാത്തി, പൂരി, അപ്പം, പൊറോട്ട എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ട ഗ്രേവി കറിയാണ്. അപ്പോൾ ഈ ഗ്രേവി കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 5 കശുവണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, വീട്ടിൽ വറുത്ത് പൊടിച്ചിട്ടുള്ള 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, 1 സ്പൂൺ മല്ലിയില. മല്ലിയില ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിപ്പോൾ മാറ്റി വെക്കാം. ഇവിടെ കറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മുട്ട എടുക്കുന്ന സമയത്ത് ലൈൻസ് ഇട്ട് കൊടുക്കാൻ മറക്കണ്ട. ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഒരുപാട് എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് കറി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. ഒരുപാട് സമയനഷ്ടമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. ഇതുപോലെ തിരിച്ചു മറിച്ചു വിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഇപ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേ പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചു കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 1 സവാള നീളത്തിലരിഞ്ഞതും 2 പച്ചമുളക് നെടുവേ കീറിയതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മസാല പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായി വഴറ്റിയെടുത്താൽ മാത്രമേ നമ്മുടെ കറിക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് കരിഞ്ഞൊന്നും പോവാതെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു രീതിയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മുടെ കറിക്ക് എത്ര ഗ്രേവിയാണ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഗ്രേവി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറവ് വെള്ളം ചേർത്താൽ മതിയാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കറി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെയുള്ള കറിക്ക് മല്ലിയിലയായിരിക്കും വളരെ നല്ലത്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ പകരം കറിവേപ്പില ഉപയോഗിച്ചാലും മതിയാവും.
ഇനിയിപ്പോൾ മൂടി കൊണ്ടടച്ച് ഒരു 2 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ഗ്രേവി നോക്കിക്കേ, എത്ര നല്ലൊരു തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കുറച്ചുകൂടെ വേണമെങ്കിൽ തിക്കാക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ കറി ഇവിടെ പാകത്തിന് തയ്യാറായിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റി ഒരു തവണ തയ്യാറാക്കി നോക്കുക.